ഞാൻ എൻ്റെ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള EC3 ആയിട്ടൊരു ഡ്രൈവിന് ഇറങ്ങിയിരിക്കുകയാണ്. നൈറ്റ് കൊച്ചിയിലേക്കാണ് എൻ്റെ യാത്ര എന്ന് പറയുന്നത്. ഞാൻ വണ്ടി വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് 50% ചാർജ് മാത്രമാണ് എൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പോകുന്ന വഴിക്ക് എനിക്കൊന്ന് ചാർജ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഫുൾ ചാർജാണ് വണ്ടി ചെയ്തത്. 100% ചാർജ് ചെയ്തിട്ട് ഞാൻ വണ്ടി എടുത്തോണ്ട് ഡ്രൈവിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 20% കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 20% എൻ്റെ വണ്ടി ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. 20% ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 20% എനിക്ക് എത്ര കിലോമീറ്റർ കിട്ടിയെന്നൊരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒരു കൗതുകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കിലോമീറ്റർ ഞാൻ കാണിച്ചു, എത്ര കിലോമീറ്റർ എൻ്റെ വണ്ടിക്ക് കിട്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഉള്ള ചാർജ് എന്ന് പറയുന്നത് 80% ചാർജാണ് ആയിരിക്കുന്നത്. പ്രോപ്പർ 80% ചാർജ് ആയിട്ടുണ്ട്. ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ടോട്ടൽ കിലോമീറ്റർ എന്ന് പറയുന്നത് ഇത്രയാണ് എൻ്റെ വണ്ടി ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത്. എൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ്. ഞാൻ ട്രിപ്പ് ഫുള്ളി ചാർജ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 66.4 കിലോമീറ്ററാണ് എനിക്ക് നിലവിൽ കിട്ടിയിരിക്കുന്നത്. ഇത് ട്രിപ്പ് B ആണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കിലോമീറ്ററാണ്. 105.6 കിലോമീറ്ററാണ് കവർ ചെയ്തിരിക്കുന്നത്. 80% ചാർജുണ്ട്. ഇലക്ട്രിക് വാഹനം എടുക്കുന്ന എല്ലാ ആൾക്കാരും ഒരു കൺസേൺ ആണ്, വണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം റേഞ്ചൊക്കെ കിട്ടുമെന്ന് എല്ലാ ആൾക്കാരുള്ളൊരു കൺഫ്യൂഷനാണ്, ഒരു കൺസേൺ ആണ്. അതിനുള്ളൊരു ആൻസറാണ് ഇതെന്ന് പറയുന്നത്. ചില ബ്രാൻഡുകളെ കണക്ക് തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുന്നതല്ല സിട്രോൺ എന്ന് പറയുന്നത്. തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കും. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോയത്. 50-70 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താണ് കണ്ടിന്യൂസ് എൻ്റെ യാത്ര ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വണ്ടിയുടെ AC ഓണാണ്. സ്പീഡ് 1 ഇട്ടിരിക്കുന്നത്. ഞാൻ ട്രാവൽ ചെയ്ത് എക്കോ മോഡിലിട്ടാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു മോഡിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ലിസ്റ്റിൽ പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു വണ്ടി കൂടിയാണ് സിട്രോൺ EC3 എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു എങ്ങനെയാണ് ഈ വണ്ടി ഇത്രയും കിലോമീറ്റർ ഓടി എത്തിയത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു റേഞ്ച് കിലോമീറ്റർ എങ്ങനെയാണ് ഞാൻ അച്ചീവ് ചെയ്തതെന്നുള്ളൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതാവുന്ന സമയത്ത് ഇലക്ട്രിക് വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കുറച്ചുകൂടെ ഒരു ബൂസ്റ്റപ്പ് ആയിക്കോട്ടെ. എങ്ങനെ നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന്, നമുക്ക് നല്ല റേഞ്ച് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക് വാഹനം എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക്, ഒരു ഫ്രണ്ടിനും കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഫോറം മോളിൻ്റെ അടുത്തായിട്ടാണ്. വോൾസ്വാഗൻ്റെ ഷോറൂമിൻ്റെ, പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ വോൾസ്വാഗൻ്റെ ഷോറൂമിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം എൻ്റെ വണ്ടിയിൽ ബാലൻസ് ഉള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 59.8% ഞാൻ കാണിച്ചു തരാം. ബാലൻസ് ഉള്ള ചാർജാണ് 59.8%. അതിൽ ടോട്ടൽ ഓടിയ കിലോമീറ്ററാണ് 28,452. ട്രിപ്പ് Aയിൽ എനിക്ക് കിട്ടിയ കിലോമീറ്ററാണ് 135.1 കിലോമീറ്റർ. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഫുൾ ചാർജിൽ എടുത്തതിന് ശേഷമുള്ള ഇതാണ് പറയുന്നത്. ഇത് ഞാൻ കണ്ടിന്യൂസ് ഓടിയ കിലോമീറ്ററാണ്. 174.3 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ബാലൻസ് ഉള്ള ചാർജ് എന്ന് പറയുന്നത് 59.8% ബാലൻസ് ഉള്ളത്. ഇന്ന് ഡേറ്റ് സെപ്റ്റംബർ 3, 9:46 PM ആയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വണ്ടി AC ഓണായിരുന്നു. AC ഓണാക്കിയാണ് വണ്ടി ഫുട്രോഡ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ നല്ല രീതിയിലുള്ള കംഫർട്ടാണ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. നല്ല രീതിയിൽ കംഫർട്ട് കിട്ടും, റേഞ്ച് കിട്ടും. അതോടൊപ്പം തന്നെ സസ്പെൻഷനുമാണ് ഈ വണ്ടിയുടെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാനൊരു നമ്പർ ഞാൻ കൊടുത്താക്കാം. നിങ്ങൾ ജസ്റ്റ് വിളിച്ചത് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം നിലവിലാണ് നല്ല ഓഫേഴ്സും കിടപ്പുണ്ട്. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് യാതൊരു ടയർഡ്നെസ്സും ഈ ഒരു വണ്ടി നമുക്ക് കിട്ടാറില്ല. അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. നല്ലൊരു ഓപ്ഷനാണ്. 2 വണ്ടിയിലായിട്ടാണ് ഇന്ന് ഈ ഒരു ഡ്രൈവ് വന്നത്, നൈറ്റ് ഡ്രൈവ് വന്നത്. ഒന്ന് ഞാൻ വന്നത് EC3യിലും, ഒന്ന് കൊമറ്റാണ്, MGയുടെ കൊമറ്റാണ്. അതും നല്ലൊരു വണ്ടിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം 7 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്ന വണ്ടിയാണ്. ആ ഒരു വണ്ടി ഏകദേശം നമുക്കൊരു 230 റേഞ്ച്
സിംഗിൾ ചാർജിൽ കിട്ടുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കൂടിയുള്ളൊരു വണ്ടി കൂടിയാണ് കൊമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓഫേഴ്സിനുമായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്താക്കാം. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അത് നമ്മൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് കൊമറ്റ് സിട്രോണിൽ ഇത്രയും റേഞ്ച് കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ നിങ്ങളൊന്ന് കമന്റ് ഡൗൺ ചെയ്താൽ മതി. ഈ ഒരു വണ്ടിയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്താക്കാം, അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വണ്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കും. കറണ്ടിലുള്ള ഓഫേഴ്സും കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആരും ഈ ഒരു വണ്ടിയുടെ ഓഫേഴ്സും അതോടൊപ്പം തന്നെ ഈ വണ്ടിയെക്കുറിച്ച് ആരും മിസ് ഔട്ട് ചെയ്യല്. ഒരു ഹിഡൻ ട്രഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഈ ഒരു വണ്ടി നിങ്ങൾ ആരും മിസ് ചെയ്യല്. ലൈഫിൽ വൺ ടൈമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ.